ഡേ നീ ആരുടെ കാര്യം പറഞ്ഞ്? എൻ്റെ സ്ഥലത്തിൻ്റെ എടി നമ്മുടെ സ്ഥലത്തിൻ്റെ എന്ന് പറ. ആ അയാളിപ്പോൾ എന്തിനാ അത് കച്ചവടം ചെയ്യണ്ടോന്ന് ചോദിച്ച്? എന്തേ? അത് ചിലപ്പോൾ വെള്ളം കയറിയെന്ന് വരും, നഷ്ടം പറ്റിയെന്ന് വരും. ഞാൻ ഇന്നലെയും തുടങ്ങിയതൊന്നല്ലല്ലോ. അപ്പം ചിലപ്പോൾ പണിക്കാരോട് ഞാൻ ദേഷ്യപ്പെട്ടിട്ട് കടന്നു പോകാൻ ഞാൻ ചിലപ്പോൾ സ്ഥലം വിറ്റു എന്നൊക്കെ പറഞ്ഞു എന്ന് വരും. എന്ന് കരുതിയിട്ട് അയാൾ ആ സ്ഥലം എൻ്റെ ചുളുവിൽ മേടിക്കാൻ വേണ്ടി ചോദിക്കുമ്പോൾ നീ എന്താ പറയണ്ട്? നീ എൻ്റെ ചെറിയച്ഛൻ്റെ കൂടെ നിന്നിട്ട് കത്തണ പെരേന്ന് ഊരണ കഴിക്കോല് ലാഭം. നീ എൻ്റെ ചെറിയച്ഛനെ ലാഭം ഉണ്ടാക്കി കൊടുക്കാൻ നിൽക്കടിക്കുക. അങ്ങനെയാണോ ചെയ്യുക? വേണ്ട, അത് വേണ്ട. എന്തേ? ഞാൻ ഇപ്പം അങ്ങോട്ട് വരണ്ടില്ല. നീ നിൻ്റെ ചെറിയച്ഛനും കുടുംബമൊക്കെ ആയിട്ട് ജീവിച്ചോ. നീ എന്നെ വിളിക്കണ്ട. എന്താടാ നീ ആരെയാ വഴക്കുറയുന്ന? അവളെയാണോ? ആന മെലിഞ്ഞു എന്ന് കരുതിയിട്ട് ആരെങ്കിലും തൊഴുത്ത് കെട്ടുവോ? ആന മെലിഞ്ഞു എന്ന് കരുതി ആരെങ്കിലും ആനയെ തൊഴുത്ത് കെട്ടുവോ? ഞാൻ കഷ്ടത്തിലാണ്. എനിക്ക് കുറച്ച് നഷ്ടം പറ്റി. നഷ്ടം പറ്റിയപ്പോൾ ഞാൻ ദേഷ്യത്തിന് പറഞ്ഞു, ഞാൻ ഇനി ചീരകണിയില്ല, ഒന്നുമില്ല, ഒക്കെ വിറ്റ് പറക്കാൻ പോകുന്നു. അത് കേട്ട് മുതലെടുത്തിട്ട് രാമചന്ദ്രൻ ഗിരിജോട് എൻ്റെ സ്ഥലം ചുളുവിന് കിട്ടുമെന്ന് കച്ചവടം ചെയ്യാൻ വന്നേക്കാം. എൻ്റെ പൊന്നു കുഞ്ഞെ, നിനക്കിപ്പോൾ സമയദോഷമാണ്. നീ ഒരു കാര്യം ചെയ്യ്, നാപ്പറത്തല അമ്പലത്തിൽ പോയി ആ പോറ്റിയെ കൊണ്ടൊരു നൂല് വെച്ച് കെട്ടാൻ നോക്ക്. വേണം, അത് കെട്ടണം. കണ്ടകശനി കൊണ്ടേ പോകും. എന്തേലും ചെയ്തില്ലെങ്കിൽ എന്റെ കാര്യം കഷ്ടമാണ്. എന്തുവാ രണ്ടുപേരും കൂടെ വർത്താനം പറഞ്ഞിരിക്കുന്നത്? അന്ന് കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങിക്കേ. നിങ്ങൾ കഴിച്ചിട്ട് പാത്രം കഴുകി വെച്ചിട്ട് വേണം എനിക്ക് കിടക്കാൻ. അത്ര സമയമൊന്നും ആയിട്ടില്ലല്ലോ. എത്ര മണിയായത് വേണ്ട, എഴുന്നേറ്റ് വാ. കുട്ടികളെവിടെ? അവര് പീറ്റോ ചേട്ടൻ നാളെ പോണോണ്ട് ചേച്ചി എല്ലാം അടുക്കി പെറുക്കും, അത് നോക്കി ഇരിപ്പുണ്ട്. എന്നാ ഞാനേ ക്ലീറ്റമ്മനൊന്ന് കണ്ടിട്ട് വരാം. പീറ്റോ ചേട്ടനൊക്കെ കിടന്ന് കാണും. വാ അമ്മ. പിന്നെ നാളെ പോവാ, അവനൊന്നും കിടന്നുണ്ടാവില്ല. ചേച്ചിക്കൊക്കെ അവിടെ നല്ല തിരക്കാ, എല്ലാം എടുത്തു വെച്ചോണ്ടിരിക്കുക. അല്ലടി, എനിക്ക് നാളെ രാവിലെ നേരത്തെ പോണം. അപ്പൊ അവനോട് യാത്ര പറയാൻ പറ്റില്ല. യാത്രയൊക്കെ നാളെ പറയാൻ വന്ന് കഴിച്ചു. നാളെ എനിക്ക് നേരത്തെ പോണം. ഇന്ന് അവനെ കണ്ട് അവനോട് സംസാരിച്ച് യാത്രയൊക്കെ പറഞ്ഞ് അവന്റെ കൂടെ ഭക്ഷണമൊക്കെ കഴിച്ച് കുട്ടികളെ കൂട്ടിയിട്ട്. അപ്പൊ അവിടുന്നാണ് കഴിക്കാൻ പോണത്? എന്നാ അവിടെ സ്പെഷ്യൽ ഉണ്ടാവും. ഇവിടുന്ന് കഴിക്കുന്നില്ലല്ലോ. ഇല്ലെന്ന് ഞാൻ അവിടുന്ന് കഴിക്കാം. കുട്ടികളെ കൂട്ടിയിട്ട് വരാം. ചേച്ചി വല്ലതും കഴിച്ചിട്ട് വേണം കിടക്കാൻ കേട്ടാ. പിന്നെ നീ പൊക്കോ, ഞാൻ കുട്ടികളെ കൂട്ടിയിട്ട് വരാം. സൂക്ഷിച്ചു പോണേ. ദൈവമേ, ആ സ്റ്റെപ്പൊക്കെ ഇറങ്ങി പോകേണ്ടതാ. അമ്മ കഴിക്കുന്നില്ലേ? വാ.